ഹലോ ഗായ്സ്. ഈ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് പറ്റണാണേ അത് സാധിച്ചു കൊടുത്തേക്കാനല്ലേ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കൊച്ചുങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് കേട്ടത്. കുറച്ചധികമായിട്ട് ഇവരെൻ്റെ അടുത്ത് പറയണ ഒരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു കാര്യം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഏതാ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയണില്ല, അത് ഇവർ തന്നെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി വോയിസ് ചെയ്യേ, കാരണം അല്ലെങ്കിൽ ഇവിടെ അടിയായിരിക്കും. ആക്ച്വലി ഇത് എൻ്റെ പ്ലാൻ ആയിരുന്നില്ല കേട്ടോ. ഞാനത് തുടങ്ങിയപ്പം തന്നെ പറഞ്ഞ് നടക്കുകയായിരുന്നു ഇത് ഞങ്ങൾക്ക് പറയണം എന്നുള്ളത്. എന്തായാലും ഞങ്ങളിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പം ഗ്രില്ല് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങളതെല്ലാം അടിപൊളിയാക്കി എടുത്തു കേട്ടോ. ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് അവിടെ ജനവാതിലിൽ പൂച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച നെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ നെറ്റ് എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുത്തമ്മയൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തു. എനിക്ക് തോന്നി മറ്റേ ഗ്രില്ല് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചും കൂടി അടിപൊളി ഇതാണെന്ന്. അച്ഛൻ ഇടക്കിടക്ക് വന്ന് നോക്കണ്ടായിരുന്നു കേട്ടോ, അച്ഛൻ്റെ പൈസ പോയോ എന്നുള്ളൊരു നോട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാരാ മോള്, ഞാനിതെല്ലാം അടിച്ച് പൊളിച്ച് സംഭവമാക്കി കൊടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ അതല്ല, കുട്ടികളല്ലേ, നമുക്ക് എങ്ങനെയും പറ്റിക്കാലോ, അതും ഒരു ധൈര്യമായിരുന്നു. എന്തായാലും ഞങ്ങൾ അടിപൊളിയാക്കി എടുത്തു. ഫൈനലി ആയി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാതും നന്നായിട്ട് കഴിച്ചു. എൻ്റെ ആറ്റുവിന് പ്രത്യേകം എൻ്റെ മസാല ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് മുത്തു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അവക്കുള്ള ഒരു പീസ് അങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്തു. ഇവരെല്ലാവരും കഴിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.